അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ട്രംപ് മാത്രമല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്. തനിക്കും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് ട്രംപിന് തിരിച്ചടി നൽകി കനേഡിയൻ പ്രധാനമന്ത്രി. താരിഫ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച അമേരിക്കയ്ക്ക് മറുപടിയുമായാണ് കാനഡ എത്തിയത്. $107 ബില്യൺ വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച് തങ്ങളും താരിഫ് ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തിയ താരിഫുകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കാനഡയുടെ ഈ മറുപടി. ഈ അന്യായമായ തീരുമാനത്തിന് കാനഡയ്ക്ക് മറുപടി നൽകാതിരിക്കാനാകില്ല എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ US കയറ്റുമതിക്കാരിൽ നിന്നുള്ള ഏകദേശം $20.6 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾക്ക് 25% തീരുവയാണ് ഏർപ്പെടുത്തുക. അമേരിക്ക താരിഫ് കുറച്ചില്ലെങ്കിൽ ന്യൂയോർക്ക് സമയം പുലർച്ചെ 12:01 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ $107 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇതേ നിരക്കിൽ രണ്ടാം റൗണ്ട് താരിഫ് ഏർപ്പെടുത്തും. കാറുകൾ, ട്രക്കുകൾ, സ്റ്റീൽ, അലൂമിനിയം തുടങ്ങിയ വലിയ വിലയുള്ള ഇനങ്ങളും അധിക നികുതിയുടെ പരിധിയിൽ വരും. US വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ താരിഫുകൾ നിലനിൽക്കും. US താരിഫ് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിരവധി താരിഫ് ഇതര നടപടികൾ പിന്തുടരുന്നതിനായി പ്രവിശ്യകളുമായും പ്രദേശങ്ങളുമായും ഞങ്ങൾ സജീവവും തുടരുന്നതുമായ ചർച്ചകൾ നടത്തി വരികയാണ് എന്ന് ട്രൂഡോ എടുത്തു പറഞ്ഞു. മുൻ തീരുമാനപ്രകാരം അമേരിക്ക കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി മുൻ തീരുമാനം പോലെ താരിഫുകൾ മാർച്ച് 4-ന് തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് തങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരികെ തങ്ങളും അതേ തരത്തിൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അയൽ രാജ്യങ്ങളായ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫാണ് ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% അധിക താരിഫും ഫെബ്രുവരി 1 ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കാനഡയും മെക്സിക്കോയും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ താരിഫ് തീരുമാനം 30 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം തീരുവ നടപ്പാക്കാനുള്ള തീരുമാനം കനത്ത പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുമെന്നും അയൽ രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യാപാര ബന്ധങ്ങളെ തകിടം മറിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അതിനിടെയാണ് US നടപടിക്ക് നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുന്നത് കാനഡയും ചൈനയും. US-ൽ നിന്നുള്ള $107 ബില്യൺ ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളും തീരുവ ചുമത്തുമെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരിക്കുന്നത്. ഈ അന്യായ നടപടിക്ക് കാനഡ മറുപടി നൽകാതിരിക്കില്ലെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു.